ഹായ് ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം രഹസ്യ. ഹീറോയിനും ഫാമിലിയും അവളുടെ സ്വന്തം നാട്ടിലേക്ക് വരുന്നതും അവിടെ വന്നതിന് ശേഷം ഒരു കൊടിയ സാത്താൻ്റെ കയ്യിൽ അവരകപ്പെടുന്നതും അതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു കമ്പനിയുടെ ചെയർമാൻ അയാളുടെ ഓഫീസിന് മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തു എന്നും അയാളുടെ ആത്മഹത്യയാണോ അല്ലെങ്കിൽ അയാളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് ചെയർമാൻ്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ മരണത്തിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്നും അതിനെക്കുറിച്ച് നാളെ മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്നു അവർ പറയാണ്. പക്ഷേ ചെയർമാൻ കൊല്ലപ്പെട്ടു എന്നതിന് ഒരു തരത്തിലുള്ള തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന് ന്യൂസിലും പറയുന്നുണ്ട്. ഈ ന്യൂസും കണ്ടുകൊണ്ട് ചെയർമാൻ്റെ ഭാര്യ ഇരിക്കുന്നതും ഒരു ഭയത്തോടു കൂടി ലെറ്റർ എഴുതിയിട്ട് തൻ്റെ ഡ്രൈവറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതെല്ലാവരെയും കൊണ്ട് അറിയിക്കാനായിട്ട് പറയാണ്. അവരുടെ വേലക്കാരിയെയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. അവരെ രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഈ ലേഡി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ലോക്കർ ഓപ്പൺ ചെയ്തിട്ട് അതിലെ പണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്നൊരു മുരൾച്ച കേൾക്കുകയാണ്. ആരോ വാതിൽ തട്ടണ പോലെ കേട്ടിട്ട് ഇവർ ഓപ്പൺ ചെയ്യാനായിട്ട് ചെല്ലുന്ന ടൈമിൽ തന്നെ ആരോ വാതിൽ പുറത്തുനിന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവർ അടുത്തുള്ള വാതിലിൻ്റെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. പക്ഷേ ആ വാതിൽ പെട്ടെന്ന് ക്ലോസ് ആവുകയാണ്. ഇവരും വല്ലാതെ ഭയപ്പെടുകയാണ്. ആ വാതിലും ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരാൾ അകത്തേക്ക് വരുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, ഇവർ പുറത്തേക്ക് പറഞ്ഞു വിട്ട ആ ഡ്രൈവർ തന്നെയായിരുന്നു. അയാളുടെ ശരീരം മുഴുവൻ ബ്ലഡ് ആയിട്ട് ആളെ ആരും പ്രോസസ് ചെയ്ത പോലെ സ്വന്തം കൺട്രോൾ അല്ലാത്ത പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തായിട്ട് ആ വേലക്കാരി മരിച്ചു കിടക്കുന്നതും കാണിക്കുകയാണ്. ഈ ലേഡി ആണെങ്കിൽ പേടിച്ചിട്ട് ഒരു കബോർഡിനുള്ളിലായിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഈ ഡ്രൈവറും ആ ലേഡിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഡ്രൈവർ കബോർഡിനടുത്തേക്ക് നോക്കുന്നുണ്ട്. ആ ലേഡിയും പേടിച്ചിട്ട് വായെല്ലാം മൂടിയിരിക്കുകയാണ്. ഈ ഡ്രൈവറുടെ വായിലൂടെയും മൂക്കിലൂടെയെല്ലാം ബ്ലഡ് വന്നിട്ട് അയാളും അവിടെ വീണ് മരിച്ചു പോവാണ്. പെട്ടെന്ന് തന്നെ ഈ ലേഡിയുടെ ഫേസിലൂടെയും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരും ആകെ പേടിച്ചിട്ട് ആ കബോർഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊടൂരമായ ഗോസ്റ്റ് വന്നിട്ട് ആ ലേഡിയെയും കൊന്നുകളയാണ്. അടുത്ത സീനിലെ ഹീറോയിനെയും ഹീറോയെയും പിന്നെ അവരുടെ രണ്ട് മക്കളെയും കാണിക്കുകയാണ്. മൂത്ത മകളുടെ പേര് മെറീന, രണ്ടാമത്തെ മകൻ സൈഫുൾ. ഹീറോയിൻ ഇപ്പോൾ അവളുടെ അച്ഛനെ കാണാനായിട്ട് കുറേ നാളുകൾക്ക് ശേഷം അവളുടെ സ്വന്തം വീട്ടിലേക്ക് വന്നേക്കാണ്. പിന്നെ അവളുടെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അതൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി വന്നേക്കാണ്. ഹീറോയിൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അച്ഛൻ അവരെ കാണുമ്പോൾ നല്ല സന്തോഷമാവാണ്. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയോട് അയാൾക്ക് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. അടുത്തതായിട്ട് മെറീന റൂമിലേക്ക് അവളുടെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോവാണ്. അനിയനാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അടുത്തുള്ള റൂമിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് അനിയൻ അങ്ങോട്ട് ഓടിപ്പോവാണ്. മെറീന അവനെ തടയുന്നുണ്ട്. അങ്ങോട്ട് പോകരുത്, മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. പക്ഷേ അനിയനാണെങ്കിൽ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉള്ള ടൈപ്പാണ്. അത് കാരണം അവൻ അവൾ പറഞ്ഞത് കേൾക്കാതെ അവളെ കളിയാക്കിയിട്ട് അവൻ നേരെ ആ റൂമിലേക്ക് ഓടിപ്പോവാണ്. ഇവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മെറീനയും ആ റൂമിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവൾ കുറേയധികം ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. ഹീറോയിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്, മുത്തശ്ശൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. പിന്നെ അവൾക്ക് അറിയാതെ കുറച്ച് ആളുകളുടെ ഫോട്ടോസും കാണാണ്. അടുത്തായിട്ട് ഒരു തുണി ഉപയോഗിച്ച് എന്തോ മൂടിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. മെറീന അതെടുത്ത് മാറ്റി നോക്കുമ്പോൾ അതൊരു മിററായിരുന്നു. അവൾ ആ മിററിലൂടെ നോക്കുമ്പോൾ പുറകിലായിട്ട് ഒരു രൂപം കാണുകയാണ്. അവൾ പേടിച്ചിട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷെ അതൊരു പാവയായിരുന്നു. അവൾ സമാധാനിച്ചിട്ട് പിന്നെയും മിററിലേക്ക് നോക്കുകയാണ്. ആ പാവ അവളെ തൊട്ട് ബാക്കിലായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പേടിച്ചിട്ട് പിന്നെയും നോക്കുമ്പോൾ അങ്ങനെ ഒരു പാവയെ അവിടെ കാണില്ല. അവളും ഇവിടെ എന്താ നടക്കണേന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ടൈമിൽ എന്തോ വന്ന് അവളെ പേടിപ്പിക്കുന്നുണ്ട്. അത് വേറെ ആരും ആയിരുന്നില്ല, അവളുടെ അനിയൻ സൈഫുൾ തന്നെയായിരുന്നു. സൈഫുൾ വന്ന് പേടിപ്പിച്ച ടൈമിൽ അടുത്തുണ്ടായിരുന്ന ഒരു ഫ്ലേവർ വേസ്റ്റ് അവളുടെ കൈ തട്ടി നിലത്ത് വീണ് പൊട്ടിയിട്ട് അതുകൊണ്ടിട്ട് മെറീനയുടെ കാലിൽ ഒരു പരിക്കും പറ്റുന്നുണ്ട്. ഹീറോയിനും ഹീറോയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. സൈഫുളിന് നല്ല ചീത്ത കൊടുക്കുകയും ചെയ്യാണ്. ഫ്ലവർ വേസ് പൊട്ടിക്കിടക്കുന്നത് ഹീറോയിൻ എടുത്ത് വെക്കുകയാണ്. ഈ ടൈമിൽ ഹീറോയിൻ അവളുടെ അമ്മയുടെ മെമ്മറീസ് വരികയാണ്. നമ്മൾ തമ്മിൽ ഒത്തുപോയില്ല, എനിക്ക് ഡിവേഴ്സ് തരാൻ ഹീറോയിൻ്റെ അമ്മ അച്ഛനോട് പറയണതും ഫ്ലവർ വേസ് എടുത്ത് ഉടയ്ക്കുമ്പോൾ അത് ചെറിയ കുട്ടിയായിരുന്ന ഹീറോയിൻ കണ്ടു നിൽക്കുന്നതുമായുള്ള വിഷ്വൽസ് ഹീറോയിൻ്റെ ഓർമ്മയിൽ വന്നു പോവാണ്. അവളുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഫ്ലവർ വേസ് പൊട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് ഇത് അമ്മയുടേതാണെന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് ആ പൂക്കളൊക്കെ വാങ്ങുകയാണ്. ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയിനെയും അച്ഛനെയും ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അമ്മയുടെ മെമ്മറീസിൽ അച്ഛൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് അച്ഛൻ്റെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഫുൾ പറയാണ്, എന്താരും ഒന്നും മിണ്ടാണ്ടിരിക്കണേ, മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശനും അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് പിയാനോയിൽ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. ഹീറോയിൻ്റെ അമ്മ പ്ലേ ചെയ്തു തരുന്ന പാട്ടായിരുന്നു അത്. ഇത് കേട്ടതും ഹീറോയിന് അമ്മയുടെ മെമ്മറീസ് ഒക്കെ വരികയാണ്. അമ്മ മാരേജ് റിങ് ഊരിയിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ടെന്ന് പറയണതും ഹീറോയിൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ നമ്മളെ വിട്ടുപോയിന്ന് അച്ഛൻ പറയുന്നതുമായ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. സൈഫുൾ മുത്തശ്ശനോട് നിങ്ങൾക്ക് മുത്തശ്ശിയെ മിസ് ചെയ്യണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെറീന അവനെ തടയാണ്. മുത്തശ്ശനും മുത്തശ്ശിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ ഓരോ തവണ മുത്തശ്ശിയെക്കുറിച്ച് പറയുമ്പോഴും
ഹീറോയിന് പഴയ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ്റെ അമ്മ അച്ഛനോട് നിങ്ങൾക്കൊരിക്കലും സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ശപിക്കണതൊക്കെ ഹീറോയിൻ്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് അച്ഛനോട് ഹീറോയും പറയാണ്, എന്തിനാണ് അച്ഛൻ ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മ നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോയില്ലേ, പിന്നെ എന്തിനാണ് അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറയാണ്. ഞാനൊരു ഹൗസ് വൈഫായിട്ട് ജീവിക്കണത് അച്ഛൻ ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയ പോലെ ഞാൻ എൻ്റെ മക്കളെ വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കണില്ല. എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാനായിട്ടാണ് ഒരു ജോലിക്ക് പോലും പോവാതെ ഞാൻ ഹൗസ് വൈഫ് ആയിട്ടിരിക്കണേന്ന് അച്ഛനോട് പറയാണ്. ഇതെല്ലാം പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് അവൾ അവിടുന്ന് പോവാണ്. അടുത്തതായിട്ട് മെറീനയെ കാണിക്കുകയാണ്. അവൾ ഉറങ്ങാൻ കിടക്കുന്ന ടൈമിൽ ഷെൽഫിലായിട്ട് 2 പാവകൾ കാണുകയാണ്. അത് കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയ പേടിയൊക്കെ തോന്നിയിട്ട് പുതപ്പൊക്കെ മൂടിക്കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലൈറ്റ് ആരും ഓഫ് ചെയ്ത പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. പുതപ്പ് മാറ്റി നോക്കുമ്പോൾ ലൈറ്റ് ആരും ഓഫ് ചെയ്തിട്ടുമില്ല. പിന്നെയും ഉറങ്ങാൻ തുടങ്ങുകയാണ്. ചെയർ ആടണ പോലത്തെ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ചെയർ അനങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. പിന്നെയും പുതപ്പ് മൂടി കിടക്കുകയാണ്. സൗണ്ട് ആണെങ്കിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് കേട്ടിട്ട് അവൾ പെട്ടെന്ന് തന്നെ പുതപ്പെടുത്ത് മാറ്റുകയാണ്. അവിടെ സൈഫുൾ വന്നിട്ട് അവളെ പിന്നെയും പേടിപ്പിക്കുകയാണ്. നിനക്കിത് തന്നെയാണോ പണിയെന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ചിട്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാക്കി ടോക്കി എടുത്ത് മെറീനയ്ക്ക് കൊടുത്തിട്ട് സൈഫുൾ പറയുന്നുണ്ട്, ഇത് നീ വെച്ചോ, നിനക്ക് എപ്പോൾ പേടി തോന്നിയാലും എന്നോട് സംസാരിച്ചാൽ മതി എന്നും പറയാണ്. ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ലൈറ്റ് പെട്ടെന്ന് തന്നെ ഓഫ് ആവണുണ്ട്. അടുത്തായിട്ട് ഹീറോയുടെയും ഹീറോയിൻ്റെയും റൂമിൽ കാണിക്കുകയാണ്. അങ്ങോട്ട് സൈഫുളും മെറീനയും കൂടി ഓടി വന്നിട്ട് ഞങ്ങളുടെ റൂമിൽ ആരോ ഉണ്ടെന്ന് പറയാണ്. ഹീറോ അവരുടെ കൂടെ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. പിന്നെ ഈ ലൈറ്റ് ഓഫായി പോകാനുള്ള കാരണം എന്തോ ചെറിയ പ്രശ്നമുണ്ട് ഈ ലൈറ്റിന്, നമുക്ക് എന്തായാലും ഒരു പുതിയത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊന്നും വരാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ബീച്ചിലേക്ക് ഒരു ഔട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹീറോയിനെയും മെറീനെയും കാണിക്കുകയാണ്, മറ്റൊരിടത്ത് സൈഫുളിനെയും ഹീറോയെയും കാണിക്കുകയാണ്. സൈഫുളിന് എന്തൊക്കെയോ പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അവൻ മെറീനയോട് വാക്കി ടോക്കിയിലൂടെ അങ്ങോട്ട് വരാനായിട്ട് പറയാണ്. സൈഫുള് അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്ന ടൈമിൽ ഹീറോ അവനെ വിടാതെ പിടിച്ചു നിർത്തുകയാണ്. പക്ഷേ മെറീനയാണെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാണ്. സൈഫുളിനെ കാണിക്കുമ്പോൾ അവൻ അവൻ്റെ ബൈനോക്കുലർ വെച്ചിട്ട് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവൻ്റെ കൈയും ഇട്ടിട്ട് അവിടെ നിന്ന് മാറി നടന്നു പോവാണ്. അടുത്തതായിട്ട് ഹീറോയിനെയും അച്ഛനെയും കാണിക്കുകയാണ്. ഹീറോയിൻ അവളുടെ അച്ഛൻ്റെ കൈ പിടിച്ച് നോക്കുമ്പോൾ വിരലുകളിൽ കുറേയധികം മുറിവ് കാണുകയാണ്. ഇതെങ്ങനെ പറ്റിയതാണെന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ തോട്ടത്തിലല്ലേ മോളെ ജോലി ചെയ്യണേ, ചെറിയ മുറിവുകൾ വരുന്ന ഹീറോയിൻ്റെ അച്ഛൻ പറയാണ്. സൈഫുളിനെ കാണിക്കുകയാണ്. അവൻ ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. ഒരു കറുത്ത രൂപത്തെ കണ്ടിട്ട് അവനൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. മറ്റൊരിടത്ത് മെറീനയുടെ ശബ്ദം കേട്ടിട്ട് ഹീറോയിൻ അങ്ങോട്ട് ഓടി പോണതായിട്ടും കാണിക്കുകയാണ്. സൈഫുൾ പിന്നെയും ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. ആ രൂപം അവൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ബൈനോക്കുലർ പെട്ടെന്ന് തന്നെ താഴേക്കിടാണ്. പെട്ടെന്നാണ് അവൻ ഞെട്ടിപ്പോണത്. കാരണം എന്താന്ന് വെച്ചാൽ ബീച്ചിൽ നിന്നിരുന്ന അവനിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ പാറയുടെ മുകളിലായിരുന്നു. ഇതേ സമയം ഹീറോയിൻ ഓടി വന്ന് നോക്കുമ്പോൾ മെറീനയുടെ ശരീരത്തിൽ മുഴുവനും രക്തമായേക്കാണ്. കുറേയധികം പറവകൾ വന്ന് ചത്തിട്ട് ഇവളുടെ ശരീരത്തിലേക്ക് വീണതായിരുന്നു. അത് കാരണം അത് കണ്ട് ഭയപ്പെട്ടിട്ടാണ് മെറീന കരഞ്ഞിരുന്നത്. അവരുടെ പിന്നാലെ മുത്തശ്ശനും ഓടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് എന്തോ ഒരു തളർച്ച വന്നതുപോലെ അവിടെ തളർന്ന് വീണ് പോവാണ്. ഈ ടൈമിലാണ് സൈഫുളിനെ അവിടെയൊന്നും കാണാനില്ല എന്ന് ഹീറോയിൻ ഓർക്കണത്. അവൾ അവനെയും തിരഞ്ഞു പോവാണ്. സൈഫിൾ ഒരു വലിയ പാറപ്പുറത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കറുത്ത രൂപം അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടും ഹീറോയിൻ കാണുകയാണ്. അവൾ പേടിച്ചിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. ഹീറോയും അവർക്ക് പിന്നാലെ ഓടി വരികയാണ്. എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ പിന്നെയും തിരിഞ്ഞു നോക്കുമ്പോൾ സൈഫുളിനെ അവിടെ വെച്ച് കാണാതാവുകയാണ്. അവരവിടെ മുഴുവൻ സൈഫുളിനെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവനെ അവിടെ കാണാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബൈനോക്കുലർ മാത്രം അവിടെ നിന്ന് കിട്ടുകയാണ്. പോലീസെല്ലാം വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഹീറോയിനോട് ചോദിക്കുമ്പോൾ അവൾ നടന്ന കാര്യങ്ങളും അവൾ കണ്ട കാര്യങ്ങളും പറയാണ്. പക്ഷേ പോലീസ് ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവണമില്ല. അടുത്തതായിട്ട് കാണിക്കുമ്പോൾ ഹീറോയും മെറീനയും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹീറോയിനാണെങ്കിൽ ഉറങ്ങാനും കഴിയണില്ല. പെട്ടെന്ന് ഹീറോയിൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. സൈഫുളിൻ്റെ ശബ്ദമാണ് അവൾ കേട്ടത്. അവൻ മുകളിലെ റൂമിലേക്ക് ഓടിപ്പോയതുപോലെ അവൾ കാണുകയാണ്. അവളും അതിന് പിന്നാലെ പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ റൂമിലായിട്ട് പുതപ്പെല്ലാം വെച്ചിട്ട് ഒരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ലൈറ്റ് ഓണാക്കി വെച്ചേക്കാണ്. ഹീറോയിൻ അത് ഓഫാക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ പുതപ്പെല്ലാം കൂടി അവളുടെ തലയിലേക്ക് വീഴാണ്. അതിനുള്ളിലൂടെ ഒരു കൊടൂരമായ ഗോസ്റ്റ് വന്നിട്ട് അവളെ പേടിപ്പിക്കുകയാണ്. അവളെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. ഈ ടൈമിൽ തന്നെ ഹീറോ അങ്ങോട്ട് വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തുകയാണ്. നമ്മുടെ മകൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ അവനെ കണ്ടു എന്ന് ഹീറോയിൻ ഹീറോയോട് പറയാണ്. ഹീറോയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മെറീന വിഷമിച്ച് നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്ത ദിവസം കാണിക്കുകയാണ്. സൈഫുളിനെ കാണാതായ സ്ഥലത്ത് പോലീസൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാതായത് സാധാരണ ആളുടെ കൊച്ചുമകനല്ല, നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തതെന്ന് ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ ചോദിക്കുകയാണ്. ഹീറോയിൻ്റെ അച്ഛൻ ഒരു വലിയ പൊസിഷനിൽ ഇരുന്ന ആളാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് കാണിക്കുന്നത് അച്ഛനെ കാണാനായിട്ട് ഹീറോയിനും മെറീനയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്.
നിങ്ങളുടെ അച്ഛന് അനീമിയ എന്ന് പറഞ്ഞ രോഗമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ശരീരത്തെ മുഴുവനായിട്ട് ബാധിച്ചിരിക്കുകയാണ്. അവയവങ്ങളെല്ലാം മുഴുവനായിട്ടും ഡാമേജ് ആയെന്ന് ഡോക്ടർ പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയിനും വല്ലാതെ വിഷമിക്കുകയാണ്. അച്ഛൻ ഇതുവരെയും ഇങ്ങനൊരു അസുഖം വന്ന കാര്യം എൻ്റെ അറിവിലില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ മനസ്സിലിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ടൈമിൽ തന്നെ അച്ഛൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോയിൻ അച്ഛൻ്റെ രോഗവിവരത്തെക്കുറിച്ചിട്ട് അച്ഛൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്. പക്ഷെ അയാൾക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് പറയണത്. ഞങ്ങളുടെ വീടിനെ ചുറ്റിപ്പറ്റി എന്തോ അമാനുഷികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് അച്ഛൻ്റെ ഫ്രണ്ടിനോട് ഹീറോയിൻ പറയാണ്. അടുത്തതായിട്ട് വീട്ടിൽ ഹീറോയിൻ പ്രയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ സൈഫുളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മ എന്നെ രക്ഷിക്കുന്നു അവൻ പറയാണ്. അവളും ആ സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് പോവാണ്. ആ സൗണ്ട് അവളുടെ അച്ഛൻ്റെ റൂമിൽ നിന്നാണ് കേൾക്കുന്നത്. അവൾ അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കുറേയധികം ഫോട്ടോസ് കാണുന്നുണ്ട്. അവൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേയധികം ആളുകളുടെ ഫോട്ടോസ് കാണുകയാണ്. പിന്നെ ഹീറോയിൻ്റെ തന്നെ ചെറുപ്പത്തിൽ ഒരു വീഡിയോയും കാണുന്നുണ്ട്. അവളത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ഹീറോയിൻ്റെ അമ്മ ഒരു ബുക്കിൽ നോക്കിയിട്ട് മറ്റൊരു ബുക്കിലേക്ക് എന്തോ എഴുതുന്നതും അത് ഹീറോയിൻ പോയി നോക്കുമ്പോൾ എന്തോ ഒരു ബ്ലാക്ക് മാജിക് പോലെ എന്തൊക്കെയായിരുന്നു. അത് കണ്ട് ഹീറോയിൻ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം അവളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ ആ റൂമിലെ പ്രിന്റർ തനിയെ ഓണാവുകയാണ്. അതിൽ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഹീറോയിൻ നിൽക്കുന്നതും അതിന് തൊട്ടു പിന്നിലായിട്ട് ഒരു രൂപം നിൽക്കുന്നതുമായിട്ട് ഹീറോയിൻ കാണുകയാണ്. അവൾ ഭയപ്പെട്ടു പോവാണ്. ആ രൂപം അവളുടെ തൊട്ടടുത്തേക്ക് വരുന്നതായിട്ട് പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോയിനും ഞെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കുകയാണ്. പക്ഷെ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തായിട്ട് കബോർഡിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അവളുടെ മകൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അത് തുറന്നു നോക്കുകയാണ്. പക്ഷെ അവിടെ മുഴുവൻ നോക്കിയിട്ടും അവൾക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ തന്നെ ഒരു ഗോസ്റ്റ് കബോർഡിൻ്റെ അടിയിലൂടെ വന്നിട്ട് അവളുടെ കാല് പിടിച്ച് വലിക്കുകയാണ്. അവളെ താഴേക്ക് വലിച്ചിടാൻ നോക്കുകയാണ്. അവളും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഡോറും ക്ലോസ് ആവുകയാണ്. അവൾ ആ ഡോറിൻ്റെ അടുത്ത് പോയിട്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഗോസ്റ്റ് ആണെങ്കിൽ അവൾക്ക് പിന്നാലെ അടിയിലൂടെ അഴഞ്ഞഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ എങ്ങനെയൊക്കെയോ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. അവളുടെ മകൻ്റെയും മകളുടെയും റൂമിലേക്ക് ഓടിപ്പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവളുടെ മകള് ചെയറിലിരുന്നിട്ട് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് എല്ലാം വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹീറോയിനും പേടിക്കുകയാണ്. ആ ഗോസ്റ്റ് ആണെങ്കിൽ മെറീനയുടെ രൂപത്തിൽ വന്നിട്ട് ഹീറോയിനെ കുറേ പേടിപ്പിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ശരിക്കുള്ള മെറീനയും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഹീറോയിനെ ആശ്വസിപ്പിക്കുകയാണ്. നൈറ്റ് ടൈമിൽ ഹീറോയിനും മെറീനയും ഉറങ്ങാൻ കിടക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഉറങ്ങാൻ കഴിയാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും അങ്ങോട്ട് വരികയാണ്. നമ്മുടെ മകനെ കുറിച്ചിട്ട് ഒരു വിവരവും കിട്ടിയില്ല, കുറേ അന്വേഷണം നടത്തി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ മെറീന ഉറങ്ങി എണീക്കുകയാണ്. വീട്ടിൽ നോക്കുമ്പോൾ ആരെയും കാണാനുമില്ല. അവൾ വീടിനടുത്തുള്ള കാട്ടിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മയും മുത്തശ്ശൻ്റെ ഫ്രണ്ടും അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടെ വേറെ 2 ആളുകളെ കൂടി കാണുകയാണ്. അവരെന്തൊക്കെയോ മന്ത്രവാദം പോലെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെറീനയെ കാണുമ്പോൾ നീ ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് ഹീറോയിൻ അവളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. മെറീനയാണെങ്കിൽ തിരിഞ്ഞ് നോക്കിയിട്ട് അവിടുന്ന് പോവാണ്. ആ മന്ത്രവാദിനിയെ കാണിക്കുമ്പോൾ അവരെന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെറീന ഒരു മരത്തിന് പിന്നിലായിട്ട് ഒളിഞ്ഞു നിന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദിനി ഒരു ആടിനെ കൊന്നിട്ട് പ്രേതം കൂടിയതുപോലെ അതിനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനാണെങ്കിൽ ഇവരുടെ അടുത്ത് പോയിട്ട് കൂടുതൽ അഭിനയം വേണ്ട, അവരൊക്കെ നമ്മളെ വിശ്വസിച്ചു എന്നും പറയാണ്. ഈ മന്ത്രവാദിനി ആണെങ്കിൽ ഒരു കള്ള മന്ത്രവാദിനിയായിരുന്നു. പക്ഷേ ആ സ്ത്രീ പെട്ടെന്ന് തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ ചെവി കടിച്ചെടുക്കുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന ആ ഗോസ്റ്റ് ആ സ്ത്രീയെ പോസസ് ചെയ്തേക്കാണ്. ആ ഗോസ്റ്റ് മെറീന ഒളിച്ചു നിൽക്കുന്നത് കാണുകയാണ്. അവൾക്ക് നേരെ ഓടി വരികയാണ്. ഹീറോയിനും ആ ഗോസ്റ്റിനെ തടയാനായിട്ട് കുറേ അധികം ശ്രമിക്കുകയാണ്. ഈ ഗോസ്റ്റ് സൈഫുളിന്റെ വോയിസിൽ ഹീറോയിനോട് സംസാരിക്കുകയാണ്. ഹീറോയിനും കുറച്ചു നേരം അത് വിശ്വസിക്കുകയാണ്. ഞാൻ നിന്നെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെ നിന്റെ പയ്യനെയും നോക്കിക്കൊള്ളാന്ന് ആ ഗോസ്റ്റ് പറയാണ്. പിന്നീട് ആ ഗോസ്റ്റ് ആ മന്ത്രവാദിനിയുടെ ശരീരം വിട്ടു പോവാണ്. ഹീറോയിൻ ഇതെല്ലാം കേട്ടിട്ട് അവളുടെ അച്ഛൻ്റെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. തൻ്റെ ചെറുപ്പത്തിലെ വീഡിയോസൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൽ അവളുടെ അമ്മയുടെ കഴുത്തിലായിട്ട് ഒരു ബ്ലൂ ലോക്കറ്റ് കാണുകയാണ്. അവളെ കബോർഡിൻ്റെ അടിയിലൂടെ വന്ന് പേടിപ്പിച്ച ഗോസ്റ്റിൻ്റെ കഴുത്തിലും ഇതേ ലോക്കറ്റ് ഉള്ളതായിട്ട് അവളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയും നാളും എന്നെ പേടിപ്പിച്ചത് എൻ്റെ അമ്മയുടെ ഗോസ്റ്റ് ആണോ? അതിനെക്കുറിച്ച് അറിയാനായിട്ട് അച്ഛനെ കാണാനായിട്ട് അവൾ പോവാണ്. അവിടെ ചെന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും അതിൻ്റെ ഫോട്ടോസ് എല്ലാം അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ ആവാൻ ഇതാണ് കാരണം, അമ്മ ഈ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത കാരണമാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയതെന്നൊക്കെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അച്ഛനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാനും കഴിയണില്ല. ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഹീറോയിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഹീറോയിൻ ഇപ്പം സമനിലയില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേന്ന് അവളോട് പറയാണ്. നിങ്ങൾ ഫോണിൽ സംസാരിച്ചു എൻ്റെ മകനെ ശ്രദ്ധിക്കാത്ത കാരണമാണ് അവനെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ അച്ഛനെ കാണിക്കുകയാണ്. അയാൾ എന്തോ കണ്ട് ഭയപ്പെട്ട് കിടക്കുകയാണ്. അയാളുടെ കാലിന് മുകളിലായിട്ട് ആ ഗോസ്റ്റ് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അയാളുടെ ശരീരത്തിലേക്ക് ബ്ലഡ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സ്പീഡ് ആ ഗോസ്റ്റ് കൂട്ടുകയാണ്. ബ്ലഡ് പെട്ടെന്ന് ഓവർഫ്ലോ ആയിട്ട് അയാളുടെ മൂക്കിലൂടെയും കണ്ണിലൂടെയും ഒക്കെ പുറത്തേക്ക് വരികയാണ്. എന്തോ ഒരു വലിയ ശബ്ദം കേട്ടിട്ട് ഹീറോയിനും ഹീറോയും കൂടി അകത്തേക്ക് പോയി നോക്കുമ്പോൾ അവരുടെ അച്ഛൻ നിലത്ത് കൊടൂരമായ രീതിയിൽ മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാവുകയാണ്.
അടുത്തതായിട്ട് വീട്ടിൽ അച്ഛൻ്റെ ബോഡിയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മെറീനയെ കാണിക്കുമ്പോൾ അവൾ വോക്കി ടോക്കി എടുത്തിട്ട് അനിയനുമായി സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. നീ എവിടെയാണ്, നീ തിരിച്ചു വാ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയണില്ല, ഇനി ഒരിക്കലും ചേച്ചി നിന്നോട് ദേഷ്യപ്പെടില്ല എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹീറോയും അവിടെ നിൽക്കുകയാണ്. അടുത്തായിട്ട് ഹീറോയിൻ അവളുടെ അച്ഛൻ്റെ ബോഡിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ സൈഫുളിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പിയാനോ തനിയെ പ്ലേ ആവുകയാണ്. അത് കേട്ട് പേടിച്ചിട്ട് ഹീറോയിൻ പതിയെ അതിനടുത്തേക്ക് പോയിട്ട് അവിടെ തൊട്ട് നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് കയ്യിലേക്ക് വീണിട്ട് അവളുടെ കൈ മുറിഞ്ഞിട്ട് ബ്ലഡ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ഹീറോയിൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. മകൻ്റെ ടോയ് വണ്ടി അങ്ങോട്ട് വരുന്നതായിട്ട് കാണുകയാണ്. സൈഫുൾ അതിലെല്ലാം ഓടി നടക്കുന്നതായിട്ടും അവൾക്കൊരു വിഷ്വൽസ് വരികയാണ്. ഇതെല്ലാം പിന്നെയും തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണത്, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്നിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ മകൻ്റെ ടോയ് കാറ് അങ്ങോട്ട് വന്നിട്ട് അച്ഛൻ്റെ ബോഡിക്ക് അടുത്തായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ ബോഡി ഉള്ളത് തുറന്നിരിക്കുന്ന രീതിയിലായിരുന്നു. അതിന് ചുറ്റും കുറേയധികം കറുത്ത രൂപങ്ങൾ ഇരിക്കുകയാണ്. അതിന് നടുക്കിലായിട്ട് ഹീറോയും മെറീനയും ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. ഹീറോ മെറീനയോട് അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് നിന്നെ ശ്രദ്ധിക്കാൻ കഴിയാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ അവർക്ക് പുറകിലൂടെ ആ കൊടൂരമായ ഗോസ്റ്റ് വരുന്നതും കാണുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് നിലത്തേക്ക് വീഴാണ്. പിന്നീട് അവൾ എണീറ്റ് നോക്കുമ്പോൾ അവിടെയെല്ലാം പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതേ സമയം പ്രതീക്ഷിക്കാത്ത നേരത്ത് ആ ഗോസ്റ്റ് വന്നിട്ട് അവളെ പിന്നെയും പേടിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അച്ഛൻ്റെ ശരീരം അടക്കം ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. ഹീറോയിനും അച്ഛൻ്റെ മരണത്തിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ഹീറോ അങ്ങോട്ട് വന്നിട്ട് മകനെ അന്വേഷിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞ് പോവാണ്. ഈ സമയത്ത് ഹീറോയിൻ അയാളോട് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ കാരണമാണ് എൻ്റെ മകനെ നഷ്ടപ്പെട്ടത് എന്നെല്ലാം പറയാണ്. ഈ ടൈമിൽ ഹീറോ പറയുന്നുണ്ട്, നിൻ്റെ മാത്രം മകനല്ല, അതെൻ്റെയും മകനാണ്, എനിക്കും അവൻ നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു വഴക്ക് നടക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വിഷമിച്ചിട്ട് മെറീന അവിടെ നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ്. സൈഫുളിനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ്റെ ഡ്രസ്സ് കിട്ടുകയാണ്. അതിൽ മുഴുവൻ ബ്ലഡ് ആയിട്ട് കിട്ടുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് ഹീറോയും വല്ലാതെ ഷോക്ക് ആവുകയാണ്. വീട്ടിൽ കാണിക്കുമ്പോൾ സൈഫുൾ കൊടുത്ത വോക്കി ടോക്കിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് അതെടുത്ത് സൈഫുൾ നീ എവിടെയാന്ന് മെറീന ചോദിക്കുകയാണ്. പക്ഷെ അതിനുള്ളിൽ നിന്ന് ഒരു കൊടൂരമായ ശബ്ദം കേട്ടിട്ട് അവൾ പെട്ടെന്ന് വോക്കി ടോക്കി നിലത്തേക്ക് ഇടുകയാണ്. അവിടെയുള്ള പാവകളെല്ലാം തനിയെ ഓണാവാണ്. കതക് പതിയെ ഓപ്പൺ ആയിട്ട് ആരോ റൂമിലേക്ക് നടന്നു വരുന്ന സൗണ്ട് കേൾക്കുകയാണ്. മെറീനയും ഭയന്ന് പിറകിലേക്ക് പോവാണ്. പക്ഷെ ആ ഗോസ്റ്റ് പിറകിലൂടെ വന്നിട്ട് മെറീനയെ ഭയപ്പെടുത്തുകയാണ്. താഴെ ഹീറോയിനെ കാണിക്കുമ്പോൾ സ്വന്തം നഖം തന്നെ അവൾ ചീന്തി നിലത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ബോധത്തിലേക്ക് തിരിച്ചു വരുന്ന നോക്കുമ്പോൾ എല്ലാം നോർമലായി തന്നെ ഇരിക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഞാൻ നോർമലാണെന്നൊക്കെ അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ മുകളിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് പോയി നോക്കുകയാണ്. ഹീറോയിൻ മുകളിൽ പോയി നോക്കുമ്പോൾ മെറീന എന്തോ നോക്കി ഭയന്ന് നിൽക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് മൂലയിലായിട്ട് ആ ഗോസ്റ്റ് ഇരിക്കുന്നത്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും കാണാനും കഴിയുന്നില്ല. മെറീനയെ ഗോസ്റ്റ് അവിടെ നിന്ന് വലിച്ചിഴിച്ചുകൊണ്ട് പോവാണ്. ഹീറോയിൻ അവളെ രക്ഷിക്കാനായിട്ട് അവൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ഹീറോയിന് അതിന് സാധിക്കുന്നില്ല. അവള് വേറെ വഴിയിലൂടെ പോയി നോക്കുമ്പോൾ ഗോസ്റ്റ് മെറീനയെ ബാത്ടബിൽ മുക്കിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയിനും പോയിട്ട് അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മെറീനയെ കാണുമ്പോൾ ആ ഗോസ്റ്റിനെ പോലെയാണ് ഹീറോയിന് തോന്നുന്നത്. ആ ഗോസ്റ്റിനെ അവൾ വെള്ളത്തിൽ മുക്കി കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ഹീറോയും അങ്ങോട്ട് വന്നിട്ട് മെറീനയെ രക്ഷിക്കുന്നുണ്ട്. നീ ആ ഗോസ്റ്റിനെ കണ്ടില്ലേ, അച്ഛനോട് പറ, അമ്മയ്ക്ക് ഒരു അസുഖമില്ല എന്ന് അച്ഛനോട് പറ എന്ന് ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോസ്റ്റിനെ കണ്ട പേടിയിൽ മെറീനയും ഒന്നും പറയാതെ തന്നെ ഇരിക്കുകയാണ്. ഹീറോ മെറീനയെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസ് അങ്ങോട്ട് വന്ന് പറയാണ്, ഇത് നിങ്ങളുടെ മകൻ്റെ ഡ്രസ്സാണ്, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങളും കൂടി ഒന്ന് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്ന് പറയാണ്. പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഇതെൻ്റെ മകൻ്റെ ഡ്രസ്സിലാന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും പോലീസിനോട് അവിടെ നിന്ന് പോകാൻ പറയാണ്. നമ്മുടെ മകൻ ഇവിടെ തന്നെയുണ്ട്, ഈ വീട്ടിലൊരു ഗോസ്റ്റ് ഉണ്ട്, അതിൻ്റെ പിടിയിലാണ് നമ്മുടെ മകൻ, നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും ഹീറോ അത് വിശ്വസിക്കാതെ അവളെ തനിച്ചാക്കിയിട്ട് മെറീനയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഞാൻ പറയണത് സത്യമാണ്, നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് ഹീറോയിൻ കുറേ അധികം കരയുന്നുണ്ട്. അവരുടെ കാറിന് പിന്നാലെ ഓടിപ്പോവാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ തന്നെ ഹീറോ അവിടെ നിന്ന് പോവാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ പവറെല്ലാം ഓഫ് ആവുകയാണ്. ഒരു റൂമിലെ ലൈറ്റ് മാത്രം ഓൺ ആവുകയാണ്. സൈഫുളിൻ്റെ സൗണ്ടും കേൾക്കുകയാണ്. ഹീറോയിൻ അവിടെ എല്ലാം ചെന്ന് നോക്കുകയാണ്. ചുവരിലെല്ലാം ചെവി വെച്ച് കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് എവിടുന്നാണ് വരുന്നതെന്ന് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റികയെല്ലാം ഉപയോഗിച്ചിട്ട് ചുമരെല്ലാം ഇടിച്ചു നോക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ കണ്ടുപിടിക്കാനും അവൾക്ക് കഴിയണില്ല. എല്ലാത്തിനും നീയാണ് കാരണം എന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. പിന്നെയും വ്യത്യാസമായ സൗണ്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് എന്നിങ്ങനെ ഉപദ്രവിക്കണേന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു മരച്ചുമരിൽ അവൾ ഇടിക്കുമ്പോൾ അതിലൊരു എംപ്റ്റി സ്പേസ് ഉള്ളതായിട്ട് ഹീറോയിന് മനസ്സിലാവാണ്. അവിടെ ഒരു ഡോറും അവൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ താക്കോല് കണ്ടുപിടിച്ചിട്ട് വാതിൽ തുറക്കുകയാണ്. അത് തുറക്കുമ്പോൾ അതിനുള്ളിലൊരു പടിക്കെട്ട് കാണുകയാണ്. ഇതേ സമയം മെറീനയും അച്ഛനും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുകയാണ്. എന്തിനാ അമ്മയെ ഒറ്റയ്ക്കാക്കി വന്നതെന്ന് മെറീന ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ഞാൻ ആ ടൈമിൽ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എന്തായെന്ന് ഹീറോ പറയുമ്പോൾ
ഞാനതിനെ കണ്ടു. അവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. അമ്മ പറയണതെല്ലാം സത്യമാണ്. അവിടെയുള്ളത് നമ്മുടെ അമ്മയാണ് അച്ഛൻ അമ്മയോട് ഒരു ഇഷ്ടമില്ല എന്നൊക്കെ വിഷമത്തിൽ മെറീന ചോദിക്കുകയാണ്. ഇതേ സമയം ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ ആ പടിക്കെട്ടിലൂടെ മുകളിലേക്ക് കയറി വന്ന് നോക്കുകയാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ എന്തോ പൂജയൊക്കെ ചെയ്ത പോലെ ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ കാണുകയാണ്. അവളുടെ ഫോണിൽ ലൈറ്റും പെട്ടെന്ന് ഓഫ് ആവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റൊക്കെ ഓൺ ആക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലേഡിയുടെ അസ്ഥികൂടം അവിടെ കാണുകയാണ്. അതിന്റെ കഴുത്തിലുള്ള ആ ബ്ലൂ ലോക്കറ്റ് കാണുമ്പോൾ ഇത് തന്റെ അമ്മയുടെ അസ്ഥികൂടമാണെന്ന് ഹീറോയിന് മനസ്സിലാവുകയാണ്. അമ്മ നമ്മളെ വിട്ടുപോയി എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിവിടെ വന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഹീറോയിൻ ഷോക്ക് ആവുകയാണ്. ഇനിയാണ് ഒരു മെയിൻ ട്വിസ്റ്റ്. ഇവിടെ ഹീറോയിനെ കാത്തിരിക്കണത്. അവിടുന്ന് കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ കിട്ടുകയാണ്. ഹീറോയിൻ്റെ അച്ഛൻ്റെ റൂമിൽ കുറച്ച് ആളുകളുടെ ഒപ്പമുള്ള ഫോട്ടോസൊക്കെ ഹീറോയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കമ്പനിയിലാണ് ഹീറോയിൻ്റെ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കമ്പനിയുടെ ഓണർ ആത്മഹത്യ ചെയ്തു എന്നും അയാളുടെ വൈഫിനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായി എന്നുമാണ് ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ കൊടുത്തിരിക്കുന്നത്. അവർ മരിച്ചുപോയതാണ് നമ്മൾ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർ മരിച്ചുപോയതിന് ശേഷം ആ കമ്പനിയിലെ ജോലിക്കാരനായിരുന്ന ഹീറോയിൻ്റെ അച്ഛൻ നേരിട്ട് ചെയർമാനായി എന്നും ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ കൊടുത്തിട്ടുണ്ട്. ആ പൂജ ചെയ്ത സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ചെയർമാൻ്റെയും വൈഫിൻ്റെയും ഫോട്ടോസ് അവിടെ വെച്ചിട്ട് എന്തോ മന്ത്രവാദം ചെയ്തിരിക്കുന്ന പോലെ കാണുകയാണ്. അപ്പോഴാണ് ഹീറോയിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതേസമയം ആ ഗോസ്റ്റ് അവിടെ നിൽക്കുന്നതും ഹീറോയിൻ കാണുകയാണ്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഗോസ്റ്റ് തൻ്റെ അമ്മയല്ല എന്ന് ഹീറോയിന് മനസ്സിലാവുകയാണ്. അതേസമയം ആ ഗോസ്റ്റ് ഹീറോയിനെ പൊസസ് ചെയ്യാണ്. തൻ്റെ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും വിഷ്വൽസ് ആയിട്ട് വരികയാണ്. ഹീറോയിൻ്റെ അച്ഛൻ പണക്കാരനായി മാറാനും വലിയൊരു പൊസിഷനിൽ എത്തിച്ചേരുന്നതിനു വേണ്ടിയും ചെയർമാനെയും വൈഫിനെയും ഈ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൊന്നു കളയുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം ഹീറോയിൻ്റെ അമ്മയ്ക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇനി ഞാനും മകളും ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ നല്ലൊരു അച്ഛനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടുന്ന് പോവാൻ തുടങ്ങുന്ന ടൈമിൽ ഹീറോയിൻ്റെ അച്ഛൻ തന്നെയാണ് അവളുടെ അമ്മയെയും കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് ആ സാത്താൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ വിരലുകളിൽ കുറേയധികം മുറിവുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് അയാളുടെ രക്തം ആ സാത്താൻ നൽകി അതിൻ്റെ ശക്തി കുറയാതെ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ ആ സാത്താൻ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് ശേഷം നിന്റെ പരമ്പരയിൽപ്പെട്ട ആള് എനിക്ക് പൂജ ചെയ്യണം. ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് ഹീറോയിൻ്റെ അച്ഛൻ പുറത്തേക്ക് വരുന്ന ടൈമിലാണ് ഹീറോയിൻ ചെറുപ്പത്തിൽ വന്നിട്ട് അമ്മ എവിടെയെന്ന് ചോദിക്കണത്. ഇതെല്ലാം ഹീറോയിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. തൻ്റെ അച്ഛൻ തന്നെയാണ് തൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞതെന്ന് ഹീറോയിന് വിശ്വസിക്കാൻ പോലും കഴിയണില്ല. അപ്പോൾ നീ എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന സാത്താനാണ്. ഇതെല്ലാം ഹീറോയിന് മനസ്സിലാവാണ്. എൻ്റെ അച്ഛന് വയ്യാതായതിനും കാരണം നീ തന്നെയാണ്. എൻ്റെ അച്ഛൻ നിന്നെക്കുറിച്ച് ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട സാഹചര്യവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിനക്കൊരു മാസ്റ്റർ ഇല്ല, അതിനാലാണ് നീ എൻ്റെ മകനെ എൻ്റെ അടുത്ത് നിന്ന് എടുത്തത്. ഇപ്പോൾ ഞാൻ നിന്റെ മാസ്റ്റർ ആവില്ല എന്നറിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയെ തന്നെ നശിപ്പിക്കാനായിട്ട് നീ ശ്രമിക്കുകയാണ്. ഹീറോയിൻ ഇത് പറഞ്ഞതും അവിടെയുള്ള മെഴുകുതിരികളെല്ലാം തെളിയാണ്. ആ വെളിച്ചത്തിൽ സൈഫുൾ അവിടെ ഇരിക്കുന്നത് ഹീറോയിൻ കാണുകയാണ്. അവൻ ഹീറോയിൻ വിളിച്ചിട്ടും എഴുന്നേക്കാതെ തന്നെ ആ മയക്കത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഈ ടൈമിൽ സൈഫുളിന്റെ രൂപത്തിൽ ആ സാത്താൻ അങ്ങോട്ട് വന്നിട്ട് നിന്റെ മകനെ പോലെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഹീറോയിനോട് പറയാണ്. പക്ഷേ ഹീറോയിൻ പെട്ടെന്ന് തന്നെ തൻ്റെ അമ്മ പറഞ്ഞതുപോലെ നിന്നെ ഞാൻ പൂജിക്കില്ല, അതിൽ നല്ലത് ഞാൻ മരിച്ചു പോകുന്നതാണെന്ന് പറയാണ്. ഇത് ഹീറോയിൻ പറഞ്ഞതും ആ ഗോസ്റ്റും വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഹീറോയിനും പ്രെയർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ടൈമിൽ തന്നെ സാത്താനും അവിടെ നിന്നും മറിഞ്ഞു പോവാണ്. സൈഫുളിന് ബോധം തിരിച്ചു വരികയാണ്. ഇതേ സമയം ഹീറോയിന്റെ മൂക്കിൽ നിന്നും ബ്ലഡും വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയും മെറീനയും വീട്ടിലേക്ക് വരികയാണ്. സൈഫുളിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവനെ ചെന്ന് എടുക്കുകയാണ്. ഹീറോയിനെ കാണിക്കുമ്പോൾ അവളെ ആ സാത്താൻ പൊസസ് ചെയ്തേക്കാണ്. അവളെ രക്ഷിക്കാനായിട്ട് ഹീറോ കുറേയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സാത്താൻ ഹീറോയെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. തന്നെ മുഴുവനായിട്ടും ആ സാത്താൻ പൊസസ് ചെയ്യാതിരിക്കാനായിട്ട് ഹീറോയിൻ തനിയെ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളോടൊപ്പം ചേർന്ന് ഹീറോയും രണ്ടു മക്കളും പ്രെയർ ചെയ്യാണ്. അവസാനം ആ സാത്താൻ അവളെ വിട്ടു പോവാണ്. എന്നാലും ആ സാത്താൻ വീട്ടിൽ നിന്നും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാറെടുത്ത് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഗേറ്റ് തനിയെ ക്ലോസ് ആവുകയാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് കുറേയധികം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ടത് കഴിയണില്ല. വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാത്താൻ്റെ മുരൾച്ചയും കേൾക്കുകയാണ്. ഹീറോയിനും മക്കളും എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കിടക്കുകയാണ്. പക്ഷേ ഹീറോയ്ക്ക് മാത്രം പുറത്തേക്ക് കിടക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല. അവരോട് 3 പേരോടും അവിടെ നിന്ന് പോകാനായിട്ട് ഹീറോ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ നിങ്ങളും വരാൻ പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു വഴിയുമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും പോകാനായിട്ട് പറയുമ്പോൾ ഹീറോയിനും പതിയെ വിഷമത്തോടു കൂടി അവിടുന്ന് തിരിഞ്ഞു നടക്കുകയാണ്. തന്നെ മുഴുവനായിട്ടും ആ സാത്താൻ പൊസസ് ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു കമ്പിയാൽ കുത്തിയിട്ട് ഹീറോ അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ്റെ കല്ലറയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഹീറോയുടെ കല്ലറയും കാണിക്കുകയാണ്. അവിടെ വന്ന് എല്ലാവരും പ്രെയറൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം അവരവിടെ നിന്ന് പോവുകയാണ്. ഈ ടൈമിൽ സൈഫുൾ കാണുകയാണ്. അവനെ നോക്കിയിട്ട് ഒരു കറുത്ത രൂപം നിൽക്കുന്നത്. നീ എന്താ നോക്കിയിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് സൈഫുളും മറുപടി പറയാണ്. പിന്നെയും അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ ആ രൂപത്തെ അവിടെ കാണാതാവുകയാണ്. അങ്ങനെ അവർ ആ കാറിൽ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.